السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യാന്വേഷികളെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഞാൻ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഏറ്റവും ശ്രേഷ്ഠമായ വിഷയമാണ്. വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമായ വിജ്ഞാനവുമാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അസ്മാ ഉല്ലാഹ് അൽ ഹുസ്ന, ഇതാണ് നമ്മുടെ സംസാര വിഷയം. അള്ളാഹുവിന് ധാരാളം നാമങ്ങളാണ്. പ്രസ്തുത നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ അതേപോലെ തിരുസുന്നത്തിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം അഥവാ ഇജ്മായിൽ സ്ഥിരപ്പെട്ട നാമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ വിശദീകരിക്കുക. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അർത്ഥമാക്കുന്നതെന്ത്, ആ നാമങ്ങളുടെ തേട്ടമെന്ത്, അറിയിപ്പുകളെന്ത്, നമ്മൾ ആ നാമങ്ങളെ അറിഞ്ഞു ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കേണ്ട കർമ്മങ്ങൾ, സ്വീകരിക്കേണ്ട സ്വഭാവങ്ങൾ, ഇതെല്ലാമായിരിക്കും ഇൻഷാ അല്ലാഹ് നാമങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളിൽ ഇവിടെ വിഷയീഭവിക്കുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തുന്നത്? അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട ആമുഖമായ പാഠങ്ങൾ, ഇതാണ് ഇവിടുത്തെ നമ്മുടെ വിഷയം. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അവൻ്റെ നാമവിശേഷണങ്ങളെക്കുറിച്ചുമുള്ള അറിവും ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമേറിയ ഉന്നതമായ അറിവാണ്. ഇമാം അബൂബക്കർ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആനിൽ പറഞ്ഞു, ഷറഫുൽ ഇൽം ബിഷറഫിൽ മാലൂം വൽ ബാരി അഷ്റഫുൽ മാലൂമാത്ത് ഫൽ ഇൽമു ബി അസ്മാഇഹി അഷ്റഫുൽ ഉലൂം. എന്താ ഷറഫുൽ ഇൽം? അറിവിൻ്റെ മഹത്വം ബിഷറഫിൽ മാലൂം, അറിയപ്പെടുന്നതിൻ്റെ മഹത്വം അനുസരിച്ചാണ്. ഏതൊന്നിനെക്കുറിച്ചാണോ അറിയുന്നത് അതിൻ്റെ മഹത്വത്തിന് അനുസരിച്ചാണ് അറിവിൻ്റെ മഹത്വം. വൽ ബാരി അഷ്റഫുൽ മാലൂമാത്ത്, അൽ ബാരി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു പേരാണ്.
സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അൽബാരി എന്ന നാമം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. വൽബാരി അഷ്റഫുൽ മാലൂമാത്ത്, അറിയപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായവൻ അത് അള്ളാഹുവാണ്. ഫൽ ഇൽമു ബി അസ്മാഇഹി, അബൂബക്കർ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് അഷ്റഫുൽ ഉലൂം, അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവാണ്. അപ്പം നമ്മളിവിടെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമേറിയ അറിവാണ് നമ്മൾ അഭ്യസിക്കുന്നത്, നമ്മൾ സമ്പാദിക്കുന്നത്. ഇതേപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതുണ്ടാകുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള മഹബത്ത്, ഇഷ്ടം, അത് നമ്മളിൽ വളരുക. അതേപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, അത് നമ്മളിൽ വളരുക. അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അള്ളാഹുവെക്കുറിച്ചുള്ള ഭയപ്പാടും അള്ളാഹു നിരീക്ഷിക്കുന്നു എന്നുള്ള ബോധവുമൊക്കെ നമ്മളിൽ അത് വളരണമെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. അവൻ്റെ നാമങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ നമ്മൾ അറിയണം. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. എന്താ ഇബ്നു റജബ് പറയുന്നത്? മരുഭൂമിയിൽ ഒരു ആറാബിയും ഒരു ആറാബിയത്തും തനിച്ചായി. അവരന്യരാണ്, ആണും പെണ്ണും അന്യരാണ്. ആറാബി ഏറെക്കാലം കണ്ണുവച്ചിരുന്നു ഈ ആറാബിയത്തിനെ, ഈ പെണ്ണിനെ. പക്ഷെ ആളൊഴിഞ്ഞ ഒരു സമയം ആറാബിക്ക് ലഭിക്കാറില്ല. മരുഭൂമിയിൽ ആളൊഴിഞ്ഞിടത്ത് താൻ പ്രേമിക്കുന്ന പെണ്ണിനെ ആറാബി കണ്ടപ്പോൾ അയാൾ തൻ്റെ മനസ്സ് തുറന്ന് ആ പെണ്ണിനോട് പറഞ്ഞ്, ഈ മരിപ്പറമ്പിൽ അതിൻ്റെ മൂകതയിൽ, ശൂന്യതയിൽ നമ്മളെ കാണാൻ നക്ഷത്രങ്ങളല്ലാതെ ആരുമില്ല, അതുകൊണ്ട് നീ വരൂ എന്ന് പറഞ്ഞ് ആറാബി തൻ്റെ ഇംഗിതം പൂർത്തീകരിക്കുവാൻ പെണ്ണിനെ വിളിച്ചു. അപ്പോൾ പെണ്ണ് ആറാബിയോട് പ്രതികരിച്ചത്, നമ്മളെ നോക്കുവാൻ നക്ഷത്രങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞു. ഫഅൈന മുകൗകിബുഹ, എങ്കിൽ ആ നക്ഷത്രങ്ങളെ അവിടെ സംവിധാനിച്ച അള്ളാഹു എവിടെയാണ്? നക്ഷത്രങ്ങൾക്കുപരിയിൽ അള്ളാഹുവിൻ്റെ നിരീക്ഷണമുണ്ട്. അള്ളാഹു അത്യുന്നതനായി, എല്ലാം അടക്കി വാഴുന്നവനായി, എല്ലാവർക്കും മീതെയായി ഉണ്ട് എന്നുള്ള ബോധം ആ പെണ്ണിൻ്റെ കൽബിൽ ദൃഢമായി ഉണ്ടായതിനാലാണ് ഇപ്രകാരം ആറാബിയോട് ആ പെണ്ണ് പ്രതികരിച്ചത്. ആറാബി തെറ്റിൽ നിന്നൊഴിഞ്ഞു, പെണ്ണിനെ ഒഴിവാക്കി അയാൾ സ്ഥലം വിടുകയാണ് ഉണ്ടായത്. ഇവിടെ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളവർ ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത് എന്തിനാ? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും അറിവും, അവൻ്റെ നാമങ്ങൾ മനസ്സിലാക്കി അവൻ്റെ വിശേഷണങ്ങൾ അറിഞ്ഞു ഉൾക്കൊണ്ട് മനസ്സിൽ ഊട്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് സ്നേഹം, ഇഷ്ടം അത് പെരുകും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭീതിയും പേടിയും മനസ്സിൽ വളരും. അള്ളാഹുവിലുള്ള പ്രതീക്ഷ ആളുകളിൽ മൂക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ നിരീക്ഷിച്ചുകൊണ്ട് ജീവിതം മനുഷ്യന്മാർ ചിട്ടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം, അവൻ്റെ നാമങ്ങൾ അറിയണം, അവൻ്റെ വിശേഷണങ്ങൾ പഠിക്കണം എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ ഉസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നൽ ഈമാന ബി അസ്മാഇല്ലാഹിൽ ഹുസ്ന വ മഅരിഫതിഹ യതദമ്മനു അൻവാഅ തൗഹീദി സലാസ. അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതേപോലെ അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളിലുള്ള വിശ്വാസം, അത് യതദമ്മനു അൻവാഅ തൗഹീദി സലാസ, തൗഹീദിൻ്റെ 3 ഇനങ്ങളെയും ഉൾക്കൊള്ളുന്നു.
അപ്പോൾ അസ്മാഉള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിശ്വാസവും അറിവും തൗഹീദിൻ്റെ 3 ഇനങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഏതാ തൗഹീദിൻ്റെ 3 ഇനങ്ങൾ? തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഹാദിഹിൽ അൻവാഉ ഹിയ റൂഹുൽ ഈമാനി റൗഹുൽ ഈമാനി വറൂഹുഹു. ഈമാനിൻ്റെ ആത്മാവും ചൈതന്യവും ഈ 3 കാര്യങ്ങളാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചൈതന്യവും ആത്മാവും ഈ 3 തൗഹീദുകളാണ്. തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വ അസ്ലുഹു വ ഗായതുഹു. ഈമാനിൻ്റെ അടിസ്ഥാനവും ഈ 3 കാര്യങ്ങളാണ്, ഈമാനിൻ്റെ ലക്ഷ്യവും ഈ 3 കാര്യങ്ങളാണ്. ഫകുല്ലമ ഇസ്ദാദൽ അബ്ദു മഅരിഫതൻ ബി അസ്മാഇല്ലാഹി വസിഫാതിഹി. ഒരു ദാസന് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചുമുള്ള അറിവ് കൂടുന്നതനുസരിച്ച് ഇസ്ദാദ ഈമാനുഹു വഖവിയ യഖീനുഹു. ഒരു ദാസൻ്റെ ഈമാൻ വർദ്ധിക്കുകയും ദൃഢവിശ്വാസം അത് ശക്തിപ്പെടുകയും ചെയ്യും. അപ്പം അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ നാമങ്ങളെക്കുറിച്ച്, വിശേഷണങ്ങളെക്കുറിച്ച് അറിവ് കൂടുന്നതിനനുസരിച്ച് ഈമാൻ കൂടും, വിശ്വാസം ബലപ്പെടും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കണം എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അന്ന ദഅവത റുസുൽ തദൂറു അലാ സലാസത്തി ഉമൂർ. മുർസലീങ്ങളുടെ പ്രബോധനം 3 കാര്യങ്ങളിലാണ് കറങ്ങുന്നത്. ഒന്ന്, തഅരീഫുർ റബ്ബ് അൽ മദ്ഊ ഇലൈഹി ബി അസ്മാഇഹി വസിഫാതിഹി വ അഫ്ആലിഹി. നബിമാരെല്ലാവരും ദഅവത്ത് നടത്തിയത് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഒന്നെന്താ? തഅരീഫുർ റബ്ബ് അൽ മദ്ഊ ഇലൈഹി. ഏതൊരു റബ്ബിലേക്കാണോ ക്ഷണിക്കുന്നത് ആ റബ്ബിനെ കുറിച്ചുള്ള അറിവ്. എങ്ങനെ? ബി അസ്മാഇഹി, അവൻ്റെ നാമങ്ങൾ കൊണ്ട്, വസിഫാത്തിഹി, അവൻ്റെ വിശേഷണങ്ങൾ കൊണ്ട്, വ അഫ്ആലിഹി, അവൻ്റെ പ്രവൃത്തികൾ കൊണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ, ഇവയിലൂടെ അള്ളാഹുവിനെ അറിയുക. ഇതാണ് നബിമാരുടെ ദഅവത്തിൻ്റെ ഒരടിസ്ഥാനം. എല്ലാ നബിമാരും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞു, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവൃത്തികളും പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താ? മാരിഫത്തു ത്വരീഖുൽ മൂസില ഇലൈഹി. അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന മാർഗം മനസ്സിലാക്കലാണ്, അറിയലാണ്. അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ട റൂട്ട് എന്താ? അത് വഹിയ ദിക്റുഹു വ ശുക്റുഹു വ ഇബാദത്തുഹു. അള്ളാഹുവിലേക്ക് എത്താൻ അള്ളാഹ്ക്ക് ദിക്ർ എടുക്കണം, അള്ളാഹുവിന് ശുക്ർ പ്രകാശിപ്പിക്കണം, നന്ദി പ്രകാശിപ്പിക്കണം, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം. നബിമാർ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി, അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ പരിചയപ്പെടുത്തി. അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹ്ക്ക് നമ്മൾ ദിക്ർ എടുക്കണം, അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിക്കണം, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം. മൂന്നാമത്തെ അടിസ്ഥാനം എന്താ? നബിമാരെല്ലാവരോടും ലോകരോട് പറഞ്ഞ അത് തഅരീഫുഹും മാ ലഹും ബഅദൽ വുസൂലി ഇലൈഹി ഫീ ദാരി കറാമത്തിഹി മിനൻ നഈം. അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം അറിഞ്ഞ്, അഥവാ അള്ളാഹ്ക്കുള്ള ദിക്ർ, ശുക്ർ, ഇബാദത്ത് ഇതറിഞ്ഞ് ജീവിച്ചാൽ അള്ളാഹുവിലേക്ക് എത്തിയവർക്ക് അള്ളാഹു എന്താണ് ഒരുക്കിയത് അത് അറിയിക്കലാണ്. അള്ളാഹ്ക്ക് ദിക്റെടുത്ത്, ശുക്രെടുത്ത്, ശുക്ർ അർപ്പിച്ച്, ഇബാദത്തെടുത്ത് അള്ളാഹുവിലേക്ക് എത്തിയവർക്ക് എന്താ അള്ളാഹു ഒരുക്കിയത്? അത് അള്ളാഹിൻ്റെ സ്വർഗ്ഗമാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൻ്റെ ഭവനത്തിൽ അവർക്കരുളപ്പെടുന്ന തൃപ്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനും ദാസന്മാരും തമ്മിൽ
കാണുന്നതിനിട്ട മറ, പ്രകാശത്തിൻ്റെ മറ നീക്കി അള്ളാഹു തൻ്റെ തിരുമുഖം അവർക്ക് ദർശിപ്പിക്കലും, അള്ളാഹു സലാം പറയലും, അള്ളാഹു സംസാരിക്കലും, ഇതൊക്കെയാണെന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് എത്തിയ ദാസന്മാർക്ക് സമ്മാനിക്കുന്നത്. അപ്പം ഈ 3 കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് എല്ലാ മുർസലീങ്ങളുടെയും ദൗത്യം എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹുവിനെ അറിയുക. എങ്ങനെ അറിയണം? അള്ളാഹുവിൻ്റെ നാമങ്ങൾ, പേരുകൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ, ഇതൊക്കെ പരിചയപ്പെട്ടിട്ട് അള്ളാഹിനെ അറിയണം. 2, ആ അള്ളാഹുവിനെ അറിഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് എത്തണം. എങ്ങനെ എത്തണം? അള്ളാഹുവിന് ദിക്റെടുത്ത്. അതിനാണ് തസ്ബീഹ്, തക്ബീർ, തഹ്മീദ്, തഹ്ലീൽ, ഹൗഖല, ഇതൊക്കെ. അള്ളാഹുവിന് ശുക്ർ അർപ്പിക്കണം, മനസ്സ വാച കർമ്മണ. അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം. അങ്ങനെയാണ് അള്ളാഹുവിലേക്ക് എത്തുക. 3ാമത്തെ കാര്യം നബിമാർ പഠിപ്പിച്ചത്, അള്ളാഹുവിലേക്ക് എത്തിയവർക്ക് അള്ളാഹു ഒരുക്കിയ സമ്മാനം, ആദരവ്, ബഹുമതി, അതെന്താ? അള്ളാഹുവിൻ്റെ സ്വർഗമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടമാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി അരുളപ്പെടലാണ്. അള്ളാഹു അവനും ദാസന്മാരും തമ്മിലുള്ള മറ നീക്കി നേരിട്ട് അവരെ ദർശിച്ച്, തൻ്റെ തിരുമുഖം അവരെ ദർശിപ്പിച്ച് അവരോട് സംസാരിക്കുന്ന അനുഗ്രഹങ്ങൾ. ഇതാണ് നബിമാരെല്ലാവരും പഠിപ്പിച്ചത് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇതെന്തിനാ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും നമ്മൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്, മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങൾ പഠിക്കുന്നതിൻ്റെ മഹത്വം മറ്റൊരു ശൈലിയിലാണ് അവതരിപ്പിച്ചത്. ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ ദർഉ താറുദുൽ അഖ്ൽ എന്ന് തുടങ്ങുന്ന എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: വൽ ഖുർആനു ഫീഹി മിൻ ദിക്രി അസ്മാഇല്ലാഹി വസിഫാതിഹി വഅഫ്ആലിഹി അക്സറു മിമ്മാ ഫീഹി മിൻ ദിക്രിൽ അക്ലി വശുർബി വന്നികാഹി ഫിൽ ജന്ന. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ, ഇതിനെക്കുറിച്ചുള്ള പരാമർശം സ്വർഗത്തിൽ സ്വർഗീയാനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവിടെ തിന്നുന്നു, കുടിക്കുന്നു, അവിടെ സ്വർഗീയ ഇണകളോടൊത്ത് ജീവിക്കുന്നു. ഇതൊക്കെ പരാമർശിച്ചതിനേക്കാൾ കൂടുതലാണ് അള്ളാഹു പരാമർശിച്ചിട്ടുള്ളത്. അപ്പം അള്ളാഹിൻ്റെ പേരുകൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, ഗുണഗണങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ, ഇത് വിശുദ്ധ ഖുർആനിൽ ഇതൊക്കെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. വൽ ആയാത്തുൽ മുതദമ്മിനതു ലിദിക്രി അസ്മാഇല്ലാഹി വസിഫാതിഹി അഅ്ദമു ഖദ്റൻ മിൻ ആയാത്തിൽ മആദ്. അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ഉൾക്കൊണ്ട ആയത്തുകൾ അന്ത്യനാളിനെ കുറിച്ച് പരാമർശിച്ച ആയത്തുകളേക്കാൾ കൂടുതലാണ്. അന്ത്യനാളിനെ കുറിച്ച് പരാമർശിച്ച ആയത്തുകളേക്കാൾ കൂടുതലാണ് അള്ളാഹുവിൻ്റെ പേരുകളുള്ള ആയത്തുകൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുള്ള ആയത്തുകൾ. എന്നിട്ട് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്: ഫഅഅ്ദമു ആയത്തിൻ ഫിൽ ഖുർആൻ ആയത്തുൽ കുർസി അൽ മുതദമ്മിനതു ലിദാലിക്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാ? അത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിയിൽ എന്താ ഉള്ളത്? അൽ മുതദമ്മിനതു ലിദാലിക്. അള്ളാഹിൻ്റെ നാമങ്ങളാണ്, അള്ളാഹിൻ്റെ വിശേഷണങ്ങളാണ്. ആയത്തുൽ കുർസിയിൽ വേറെത്തൂല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി നമ്മളെല്ലാവരും നിത്യാക്കണതാണ്. ഇപ്പോൾ മഗ്രിബ് നിസ്കരിച്ച് നമ്മൾ ആയത്തുൽ കുർസി ഓതി, ഇശ നിസ്കരിച്ചാലും നമ്മൾ ആയത്തുൽ കുർസി ഓതും. എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതിയാൽ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ മരണമാണ് തടസ്സം. മരിച്ചാൽ സ്വർഗത്തിലാണെന്ന് അർത്ഥം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതും, രാവിലെയും വൈകുന്നേരവും ആയത്തുൽ കുർസി ഓതും, മന്ത്രിക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതും. ഇങ്ങനെ ആയത്തുൽ കുർസി ഏറെ മഹത്തുള്ള ആയത്താണ്. വിശുദ്ധ ഖുർആനിൽ 6236 ആയത്തുകൾ ഉണ്ട്. ഈ 6200 ചില്ലാനം ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്
അത് ആയത്തുൽ കുർസിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അതദ്രി അയ്യ ആയത്തിൻ ഫീ കിതാബില്ലാഹി ആദം, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമേറിയ ആയത്ത് ഏത് എന്നുള്ളത് നിങ്ങൾക്കറിയുമോ? അപ്പോൾ ഉബയ്യ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉത്തരം ശരിയാണ്, ആയത്തുൽ കുർസി എന്ന് പറഞ്ഞപ്പോൾ തിരുനബി തൻ്റെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ഉബയ്യിൻ്റെ നെഞ്ചിൽ കൊട്ടിയിട്ട് പറഞ്ഞു, ഉബയ് അബുൽ മുൻദിർ, നിങ്ങൾക്ക് മംഗളം, നിങ്ങൾക്ക് ആശംസ. തിരുനബി ആശംസ അർപ്പിച്ച്, കാരണം ശരീഅത്തരാ പറഞ്ഞ്. എന്തുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഉദാഹരണം കൊടുക്കുക ഇവിടെ, എന്തുകൊണ്ട് ആയത്തുൽ കുർസി ഏറ്റവും മഹത്വമേറിയ ആയത്തായി? ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിൻ്റെ പേരുകളാണ്. അള്ളാഹു, ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യ് അൽ ഖയ്യൂം, കണ്ട, ഇങ്ങനെ അള്ളാഹുവിൻ്റെ പേരുകളാണ്. അതേപോലെ അതിൻ്റെ അവസാനത്തിൽ ഫലാ യഊദു ഹിഫ്ദുഹുമാ വഹുവൽ അലിയുൽ അദീം, കണ്ട, 5 അള്ളാഹുവിൻ്റെ പേരുകൾ ആയത്തുൽ കുർസിയിലുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്താ? അതൊക്കെ അള്ളാഹുവിൻ്റെ പ്രവൃത്തികളും അള്ളാഹിൻ്റെ വിശേഷണങ്ങളുമാണ്. അതിൽ കർമ്മശാസ്ത്രപരമായിട്ടൊരു മസാലയല്ല, സ്വർഗ നരകങ്ങളെക്കുറിച്ചുള്ള പരാമർശമല്ല. അള്ളാഹുവിൻ്റെ പേരുകളും അള്ളാഹുവിൻ്റെ പ്രവൃത്തികളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് ആയത്തുൽ കുർസിയിൽ. ആ ആയത്തുൽ കുർസിയാണ് 6236 ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ഇത് അള്ളാഹുവിൻ്റെ പേരുകളുടെ മഹത്വമാണ് നമ്മളെ അറിയിക്കുന്നത്. ഇതേപോലെ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വ അഫ്ദലു സൂറത്തിൻ സൂറത്ത് ഉമ്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഉമ്മുൽ ഖുർആൻ, അത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് കുറേ പേരുണ്ട്, 14ഓളം പേരുണ്ട്. അതിലൊരു പേരാണ് ഉമ്മുൽ ഖുർആൻ. ഉമ്മുൽ ഖുർആനാണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത്. 114 സൂറത്തുകളാണ് ഖുർആനിൽ. ആ 114 സൂറത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ, ഉമ്മുൽ ഖുർആൻ. 7 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. ഖുർആനൽ അദീം എന്നും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്, സബ്ഉൽ മസാനി എന്നും ഫാത്തിഹയ്ക്ക് പേരുണ്ട്. പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെടുത്ത് പറഞ്ഞ്. അതുപോലുള്ളൊരു അധ്യായം വിശുദ്ധ ഖുർആനിൽ വേറല്ല, പൂർവ്വവേദങ്ങളിലും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ സൂറത്തുൽ ഫാത്തിഹ, അതിൽ അള്ളാഹുവിൻ്റെ പേരുകൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിൽ തന്നെ അള്ളാഹിൻ്റെ 3 പേര്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹിൻ്റെ 2 പേര്. അർ റഹ്മാനിർ റഹീം, വേറെ 2 പേര്. മാലിക് യൗമിദ്ദീൻ, മാലിക്, അള്ളാഹുവിൻ്റെ വേറെ പേര്. എത്ര പേരുകളായി? പിന്നെ അള്ളാഹുവിൻ്റെ വിശേഷണവും അതേപോലെ അള്ളാഹുവിനോടുള്ള ദുആയുമാണ്, അള്ളാഹുവിനോട് പ്രത്യേകമായിട്ടുള്ള പ്രവൃത്തിയുമാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്. ഇതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ശ്രേഷ്ഠമായ സൂറത്താണത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് വിശുദ്ധ ഖുർആന്റെ 1/3 എന്ന് പറഞ്ഞു. തഅദിലു സുലുസൈ അൽ ഖുർആൻ, അല്ല സുലുസുൽ ഖുർആൻ, ഖുർആന്റെ 1/3. അതാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഒരു വ്യക്തി എല്ലാ നമസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുമായിരുന്നു. എല്ലാ നിസ്കാരത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഇഖ്ലാസ് ഓതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രാ സംഘത്തിൽ ഈ വ്യക്തിയെയാണ് അമീറായിട്ട് പറഞ്ഞയച്ചത്. അപ്പോൾ അമീറാണല്ലോ ഇമാം നിൽക്കുക. അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ ഓതും, എന്നിട്ട് സൂറത്ത് ഓതിയാലും സൂറത്തുൽ ഇഖ്ലാസ് അതിൻ്റെ കൂടെ ഓതും. അങ്ങനെ യാത്രാ സംഘം മടങ്ങി വന്നു. തിരുസവിധത്തിലെത്തിയിട്ട് ആ യാത്രാ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഷയം പറഞ്ഞു, ഇയാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞത് എന്താ? ഇന്നി ല ഉഹിബ്ബുഹാ ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ. ഇഖ്ലാസ് സൂറത്ത് ഞാൻ ഓതാൻ കാരണം
സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹിൻ്റെ വിശേഷണങ്ങളാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു അഹദ് 2 പേര്, അള്ളാഹു സമദ്, അള്ളാഹു അസമദ് വേറെയും 2 പേര്. പിന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകതകളാണ്. ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അപ്പം അള്ളാഹുവിൻ്റെ പേരുകളെയും അള്ളാഹിൻ്റെ വിശേഷണങ്ങളെയാണ് അത് ഉൾക്കൊള്ളുന്നത്. പേരുകൾ കേവലം പേരുകളല്ല, അള്ളാഹുവിൻ്റെ പേരുകളെല്ലാം അള്ളാഹുവിന് സിഫത്തുകളെ, പൂർണ്ണമായ സിഫത്തുകളെ സ്ഥിരീകരിക്കുന്ന പേരുകളാണ്. അപ്പോൾ അതിനാലാണ് സൂറത്ത് ഇഖ്ലാസ് വിശുദ്ധ ഖുർആൻ്റെ 3-1. ആ ഇഖ്ലാസ് ഓതിയത് കാരണത്താൽ ഈ വ്യക്തിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അള്ളാഹു അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഉള്ളതിനാൽ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെട്ടത് കാരണത്താൽ ആ വ്യക്തിയെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു. ഇവിടെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു ഉദാഹരണങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്താ? നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ പേരുകൾ അത് പഠിക്കുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും നമ്മൾ അറിയുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പേരുകൾ ധാരാളമാണ്. എത്ര പേരുകൾ എത്ര ആളുകൾക്കറിയാം? പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പേരുകൾ പഠിച്ച് ഗ്രഹിച്ച് അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് ഒരാൾ തൻ്റെ പ്രവൃത്തി പദത്തിൽ അത് പ്രാർത്ഥനയായിട്ട് നിർവഹിച്ചാൽ സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചില്ലേ? പക്ഷെ പല ആളുകൾക്കും അള്ളാഹുവിൻ്റെ പേരുകളെക്കുറിച്ചുള്ള അറിവ് വേണ്ടത്ര ഇല്ല. ആ പേരുകൾ അറിയിക്കുന്ന അർത്ഥങ്ങളും തേട്ടങ്ങളും അതിൽ പരിജ്ഞാനം ഇല്ല എന്നുള്ളതാണ് പല മുസ്ലിമീങ്ങൾക്കും. എന്തുകൊണ്ടാണ് പല മുസ്ലിമീങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം ആളുകൾ അള്ളാഹുവിനെ കണക്കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ബൗദ്ധ വിശ്വാസികളെ കുറിച്ചാണ്. പക്ഷേ പല മുസ്ലിമീങ്ങളിലും അത് ശരിയാകുന്നുണ്ട്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ അള്ളാഹുവിനെ കണക്കാക്കിയിട്ടില്ല. ഇപ്പോഴും പലർക്കും അള്ളാഹു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പോലെ, 210 kV സബ്സ്റ്റേഷൻ പോലെ ഇങ്ങനെയൊക്കെയുള്ള ചിത്രീകരണങ്ങളാണ്. ചിലർ അവരുടെ അടുത്തുള്ള ഉപമകൾ പറയാൻ കൊള്ളൂല, അങ്ങനത്തെ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ആളുകൾക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ വേണ്ട വിധമില്ലാത്തത്? അള്ളാഹുവിൽ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ പടപ്പുകളിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് പ്രാർത്ഥിച്ച് നേടേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പലരും പടപ്പുകളിൽ പ്രതീക്ഷിച്ച് അവരോട് ചോദിക്കുന്നത്? മഖ്ബറകളിൽ മഖാമുകളിൽ ചെന്ന് അവിടങ്ങളിൽ മറമാടപ്പെട്ടവർ അവരുടെ മുമ്പിലാണ് പലരും പ്രതീക്ഷ വെക്കുന്നത്. അവരോടാണ് അള്ളാഹുവിൽ നിന്ന് തേടേണ്ടതും അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കേണ്ടതുമായ കാര്യങ്ങൾ ആളുകൾ സമർപ്പിക്കുന്നത്. എന്തുകൊണ്ട്? മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അള്ളാഹുവിനെ കണക്കാക്കിയില്ല. പലരും തെറ്റിൽ മുങ്ങിക്കുളിക്കുന്നു, വീഴ്ചകൾ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് പലരും തെറ്റ് ചെയ്യുവാനും കുറ്റങ്ങൾ പെരുപ്പിക്കുവാനും കാരണമാകുന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള വേണ്ട വിധമുള്ള അറിവും അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനവും ഇല്ല എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് അർ-റഖീബ് എന്നൊരു പേരുണ്ട്. എന്താ അള്ളാഹു അർ-റഖീബ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു നിരീക്ഷിക്കുന്നവനാണ് എന്നാണ്. മീതെ നിന്ന് അള്ളാഹുവിൻ്റെ നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണത്തിൽ അടുത്തത് അകന്നത് വ്യത്യാസമല്ല, ചെറുത് വലുത് വ്യത്യാസമല്ല, നേർത്തത് കടുത്തത് വ്യത്യാസമല്ല, അഗോചരം ഗോചരം എന്ന വ്യത്യാസമല്ല, ദൃശ്യം അദൃശ്യം വ്യത്യാസമല്ല. ആ നിരീക്ഷണത്തിൽ ഇന്നലെ ഇന്ന് നാളെ വ്യത്യാസമല്ല, ഒളിഞ്ഞത് തെളിഞ്ഞത് വ്യത്യാസമല്ല. അങ്ങനെയുള്ള അർ-റഖീബാണ് അല്ലാഹു തആല. കതകുകൾ കൊട്ടിയടച്ച് വിരികൾ താഴ്ത്തി ആളൊഴിഞ്ഞിടത്ത് ഞാനൊരു തെറ്റ് ചെയ്താലും എന്നെ നിരീക്ഷിക്കുന്നവനായ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് തെറ്റിയിട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള ബോധം, അർ-റഖീബ് എന്നുള്ള നാമം അർത്ഥമാക്കുന്നതെന്തോ തേടുന്നതെന്തോ അത് വേണ്ട വിധം ആളുകൾ ഉൾക്കൊള്ളാത്തത് കാരണത്താലാണ് തെറ്റിൽ കുളിക്കുന്നത്.
പാപങ്ങൾ പ്രവർത്തിക്കുന്നത്. പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ നാമങ്ങൾ പഠിക്കുക, അതിൻ്റെ അർത്ഥവും ആശയവും തേട്ടവും മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. അത് നമ്മൾ ഗ്രഹിക്കാനാണ് ഈ പണ്ഡിതന്മാർ ഇങ്ങനെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ പല ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്നയാണ്. ഹുസ്ന എന്ന് പറഞ്ഞാൽ എന്താ? ഒരായത്തിൽ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ, വലില്ല അള്ളാഹുവിന് മാത്രമാകുന്നു അൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ. അൽ ഹുസ്ന എന്നാ പറഞ്ഞത് അള്ളാഹിൻ്റെ പേരുകളെക്കുറിച്ച്. ഹുസ്ന എന്നുള്ളത് അഹ്സൻ എന്നതിൻ്റെ സ്ത്രീലിംഗാണ്. അൽ അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതെന്നാണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതിൻ്റെ സ്ത്രീലിംഗാണ് അൽ ഹുസ്ന. അൽ അസ്മാ എന്നുള്ളത് ബഹുവചനായതുകൊണ്ട് അതിനെ സ്ത്രീലിംഗം കൊണ്ടാണ് വിശേഷിപ്പിച്ചത്. അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അത്യുത്തമമായ നാമങ്ങൾ, ഏറ്റവും നല്ല സംജ്ഞകൾ. ഇത് ആർക്ക് മാത്രമാണ്? വലില്ല, അള്ളാഹുവിന് മാത്രമാണ്. ഒരു വസ്തുവിനും ഒരാൾക്കും ഇങ്ങനെ ഉത്തമമായ പേരുകളില്ല അള്ളാഹുവിനല്ലാതെ. അപ്പോൾ വലില്ല, അള്ളാഹുവിന് മാത്രമാകുന്നു അൽ അസ്മാ ഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ. ഫദ്ഉഹു ബിഹ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആഇരന്നോളിയും. ഇത് സൂറത്ത് ആറാഫിൽ. വേറൊരായത്തിൽ ഖുൽ ഇദ്ഉല്ലാഹ് അവ ഇദ്ഉർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ അള്ളാഹ് എന്ന് വിളിച്ച് ദുആഇരന്നാലും അർ റഹ്മാൻ എന്ന് വിളിച്ച് ദുആഇരന്നാലും, എങ്ങനെ ഏത് വിളിച്ച് ദുആ ചെയ്താലും ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് മാത്രമാകുന്നു അൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ. അപ്പം അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകൾ അത് അവന് മാത്രം എന്ന് പറയാണ് രണ്ടാമത്തെ ആയത്തിൽ. ഇനി മൂന്നാമതൊരായത്തിൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലഹു അവന് മാത്രമാകുന്നു അൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ. ഇവിടെ ഈ ആയത്തും അറിയിക്കുന്നത് എന്താ? ഏറ്റവും നല്ല പേരുകൾ അള്ളാഹ്ക്ക് മാത്രമാണ്. ഈ ലാമുൽ ഇഖ്തിസാസാണ്. ലഹു എന്ന് പറഞ്ഞില്ലേ, ലില്ല എന്ന് പറഞ്ഞില്ലേ. ഈ ആയത്തുകളിൽ പറഞ്ഞ ലില്ല ലഹു എന്ന് പറഞ്ഞിടത്തൊക്കെയുള്ള ലാമ് അത് ലാമുൽ ഇഖ്തിസാസ്, അള്ളാഹ്ക്ക് പ്രത്യേകമാണ് എന്നാണ് അറിയിക്കുന്നത്. ഈ നാലാമത്തെ ആയത്ത് എന്താ? ഇത് സൂറത്ത് താഹയിൽ നാലാമത്തെ ആയത്ത്. സൂറത്ത് ഹശറിനൊടുവിൽ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന. ഹുവല്ലാ, അവൻ അല്ലാഹു, അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, അവനാകുന്നു സൃഷ്ടാവ്, അവനാകുന്നു രൂപപ്പെടുത്തുന്നവൻ. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് മാത്രമാകുന്നു ഏറ്റവും നല്ല പേരുകൾ, ഉത്തമമായ സംജ്ഞകൾ. അത് അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 4 ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ. അപ്പം ആ ഉത്തമമായ പേരുകൾ എന്ത് എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? ആ പേരുകൾ എന്തുകൊണ്ട് ഉത്തമമായി എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് ഉത്തമം എന്ന് പറഞ്ഞപ്പോൾ അതിന് ആ പദവി നൽകിയത് എന്ത് എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? അതിനാണ് നമ്മൾ അൽ അസ്മാഉൽ ഹുസ്ന ഓരോന്നോരോന്നായിട്ട് പഠിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സുകൾ വിനിയോഗിക്കുന്നത്. പണ്ഡിതന്മാർ പറയാണ്, അള്ളാഹുവിൻ്റെ പേരുകൾ പരിപൂർണമായ ആശയങ്ങളെയും ഉത്തമമായ വിശേഷണങ്ങളെയാണ് അറിയിക്കുന്നത്. കേവലം പേരുകളല്ല, അർത്ഥമില്ലാത്ത ആശയമില്ലാത്ത പേരുകൾ അള്ളാഹ്ക്കില്ല. പിന്നെയോ അള്ളാഹുവിൻ്റെ പേരുകൾക്കൊക്കെ സമ്പൂർണമായ ആശയങ്ങളുള്ള വിശേഷണങ്ങളുണ്ട്. ഇപ്പം അള്ളാഹ്ക്ക് അർ റഹ്മാൻ എന്ന പേരുണ്ട്. ഈ അർ റഹ്മാൻ എന്ന പേര് കേവലം അറബി അക്ഷരങ്ങൾ ചേർത്ത ഒരു കേവല നാമമല്ല. ചില ബിദഈ കക്ഷികൾ
അള്ളാഹുവിൻ്റെ പേരുകളെ അർത്ഥമുക്തമാക്കി ആശയത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മഹാ തെറ്റാണ്. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സ്വീകരിച്ച പേരുകൾക്ക് അതിൻ്റേതായ അർത്ഥമുണ്ട്. ഇപ്പം അള്ളാഹു അർ റഹ്മാൻ എന്ന് പറയുമ്പോൾ റഹ്മത്ത് നിറഞ്ഞവനാണ് അള്ളാഹു. അതവൻ്റെ സത്തയെ അറിയിക്കുന്നതാണ്. ആ സത്ത അത് റഹ്മത്ത് നിറഞ്ഞ സത്തയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ. അതേപോലെ അള്ളാഹു ഗഫൂർ എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ശബ്ദമല്ല, ഒരൊച്ചല്ല. പ്രത്യുത എന്താ? മഗ്ഫിറത്തും ഗുഫ്രാനും, പാപമോചനം ഏറെ നൽകുന്നവനാണ് അള്ളാഹു എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഉത്തമമായ നാമങ്ങൾ എന്ന് പറയുമ്പോൾ ഉത്തമമായ അവൻ്റെ നാമങ്ങൾ ഉത്തമമായ വിശേഷണങ്ങളെയും അതേപോലെ അർത്ഥങ്ങളെയുമാണ് അത് ഉൾക്കൊള്ളുന്നത്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചൊല്ലുന്ന ദിക്റുകളിൽ ഒന്ന് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് വതബാരക ഇസ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ നമസ്കാരം തുടങ്ങിയിരുന്നത് ഈ ദുആ കൊണ്ടാണ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും മറ്റുമൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ ഇത് കാണാൻ സാധിക്കും. വേറെയും ദുആകളുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് തുടങ്ങുന്ന ദുആ, ദുആഉൽ ഇസ്തിഫ്താഹ്. തക്ബീർ ചൊല്ലിയാൽ, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി അങ്ങനത്തെ ദുആ ചെയ്യാറുണ്ട്. അതേപോലെ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന ദുആ, ദുആഉൽ ഇസ്തിഫ്താഹായി വന്നിട്ടുണ്ട്. ഇത് എന്ത്? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് വതബാരക ഇസ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും നിസ്കാരം തുടങ്ങിയപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നിർവഹിച്ച ദുആഉൽ ഇസ്തിഫ്താഹാണിത്. ഇതിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നിനക്ക് സ്തുതി ചൊല്ലുന്നതോടൊപ്പം. അതാണ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക്. എന്നിട്ട് പറയുന്നത് എന്താ? വതബാരക ഇസ്മുക്, അല്ലാഹുവേ നിന്റെ നാമം അനുഗ്രഹപൂർണമാകുന്നു. അള്ളാഹുവിൻ്റെ നാമം അനുഗ്രഹപൂർണ്ണമാകുന്നു, ബർക്കത്ത് നിറഞ്ഞതാകുന്നു. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഖൈർ, ഫضൽ, ശ്രേഷ്ഠത, നന്മ. അപ്പം അള്ളാഹുവിൻ്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ പേരുകൾ അത് നന്മ നിറഞ്ഞ ബർക്കത്ത് മുറ്റിയ പേരുകളാണ്. അപ്പം ആ പേരുകളെക്കുറിച്ച് പഠിക്കുക, ആ പേരുകൾ ചൊല്ലുക, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ധന്യമാണ്, അത് അനുഗ്രഹീതമായ വിഷയം. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കത്തെഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എങ്ങനെ തുടങ്ങുന്നത്? ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിൽ എന്നാണ്. ഞാൻ ഖുർആൻ ഓതുന്നു എന്നാണ്, അല്ലെങ്കിൽ ഞാൻ കത്തെഴുതുന്നു എന്നാണ്. കത്തെഴുതുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് മുഴുവനും ഉപയോഗിക്കണം, മുഴുവനായിട്ട് ഉപയോഗിക്കണം. കത്തെഴുതുമ്പോൾ മുഴുവനായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതണം. ഖുർആൻ ഓതുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവൻ ഓതണം. എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ, അതേപോലെ തന്നെ ബിസ്മി ചൊല്ലേണ്ട ഇതര സന്ദർഭങ്ങൾ, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ, ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധത്തിൻ്റെ തുടക്കത്തിൽ, മന്ത്രിക്കുമ്പോൾ, അതേപോലെ ബിസ്മില്ല ചൊല്ലേണ്ട ഇതര സന്ദർഭങ്ങൾ, അവിടങ്ങളിൽ ബിസ്മില്ല ചൊല്ലിയാൽ മതി, ബിസ്മില്ല. എന്നാലും അർത്ഥം എന്താ? ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ഞാൻ വെള്ളം കുടിക്കുന്നു, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ബർക്കത്തിൽ പറയുന്നത്? ആ നാമത്തിൻ്റെ പ്രത്യേകതയാണത്. എല്ലാവരും പേര് പോലെയല്ല, നമ്മളെന്നും പേര് പോലെയല്ല.
ഒരു മഖ്ലൂക്കിൻ്റെയും പേര് പോലല്ല. അള്ളാഹുവിൻ്റെ ഖാലിഖായ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പേരുകൾ അത് ഹുസ്നയാണ്, അത്യുത്തമമാണ്, അത് ബർക്കത്തുള്ളതാണ്, നന്മ നിറഞ്ഞ ശ്രേഷ്ഠത നിറഞ്ഞ നാമങ്ങളാണ്. അതുകൊണ്ട് ആ നാമങ്ങൾ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയും ചില ആളുകൾ കത്തെഴുതുമ്പോൾ എന്താ എഴുതുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുന്നതിന് പകരം കത്തിൽ 786 അങ്ങനെ കത്തെഴുതും. ബിസ്മി എഴുതേണ്ടടുത്ത് പലയിടത്തും മുസ്ലിമീങ്ങൾ 786 ഉപയോഗിക്കും. കാരണം എന്താ? അള്ളാൻ്റെ നാമം എന്ത് പലർക്കും ആ നാമം പറയുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും എന്ത് അത് ആളുകൾക്കറിയില്ല. പിശാച് ഓതിയ മന്ത്രത്തിൽ പലരും എന്ത് ചെയ്ത് ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ, അനാചാരങ്ങളിൽ, അന്യ സംസ്കാരങ്ങളിൽ കൂപ്പുകുത്തി. അതുകൊണ്ട് തന്നെ പണ്ഡിത വേഷധാരികൾ മുതൽ പാമര ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പലരും ബിസ്മില്ലാ എന്നതിന് പകരം 786 സായുജ്യമടയുന്ന ഒരു ദുരന്തം ഉണ്ടായത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ നാമം, അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്നുള്ളതാണ്. അത് അത്യുത്തമമാണ്, അത് അനുഗ്രഹീതമാണ്, അത് നന്മ നിറഞ്ഞതാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനാണ് ഇക്കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് അനുഗ്രഹീതമാണ്, അർത്ഥവത്താണ്, അത്യുത്തമമാണ് എന്നതറിയിക്കുവാൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അസ്സവായിഖുൽ മുർസല എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതെന്താ? ഒരാളൊരു ഖുർആൻ ഓതി, ഒരായത്ത് ഓതി. ഒരാറാബിൻ്റെ മുമ്പിലാണ് ഖുർആൻ ഓതിയത്. എന്താ ഓതിയതെന്നറിയോ? വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ ജസാഅൻ ബിമാ കസബ നകാലൻ മിനല്ലാഹ്. അങ്ങനെ ഓതി. ഇതുവരെ ആയത്ത് ശരിയാണ്. എന്നിട്ട് ഓതിയത് വല്ലാഹു ഗഫൂറുർ റഹീം എന്നാണ്. അവിടെ അല്ലാഹു ഗഫൂറുർ റഹീം എന്നല്ല, ഇയാൾ തെറ്റി ഓതി. വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ. എന്താ ആയത്ത് അർത്ഥം പറയുന്നത്? മോഷ്ടിച്ച ആണ് പെണ്ണ്, അവരുടെ കൈകൾ നിങ്ങൾ ഛേദിക്കുക. അതാണ് അള്ളാഹു പറയുന്നത്. വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ ജസാഅൻ ബിമാ കസബ നകാലൻ മിനല്ലാഹ്. അവർ ചെയ്തതിനുള്ള പ്രതിഫലവും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുമായി അവരുടെ കൈകൾ ഛേദിക്കാൻ അള്ളാഹു പറഞ്ഞു. എന്നിട്ട് ഓതിയ വ്യക്തി തെറ്റി ഓതി പറഞ്ഞു വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ആറാബിക്ക് ഈ ആയത്ത് അറിയില്ല. പക്ഷെ ഈ ആയത്ത് ഇങ്ങനെ കേട്ടപ്പോൾ ആറാബി പറഞ്ഞു ലൈസ ഹാദാ കലാമുള്ള, ഇതൊരിക്കലും അള്ളാഹിൻ്റെ കലാമല്ല, ഇതൊരിക്കലും അള്ളാഹുവിൻ്റെ കലാമല്ല. അപ്പോൾ ഓതിയ വ്യക്തി ആറാബിയോട് അത്തക്ദീബ് ബി കലാമില്ല, അള്ളാഹുവിൻ്റെ ഖുർആനാണ് ഞാൻ ഓതിയത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ കലാമിനെ ഖുർആനിനെ കളവാക്കുകയോ? അപ്പം ആറാബി ഇല്ല, ഞാൻ കളവാക്കിയിട്ടില്ല, പക്ഷേ ലൈസ ഹാദാ കലാമുള്ള, നിങ്ങൾ ഈ ഓതിയത് അള്ളാഹിൻ്റെ കലാമല്ല. അത് ആറാബി പറഞ്ഞു. നിങ്ങൾ ഈ ഓതിയത് വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് അവസാനത്തിൽ ഓതിയത് ഒരിക്കലും അള്ളാഹുവിൻ്റെ കലാമല്ല എന്ന് ആറാബി തിട്ടം പറഞ്ഞു, തീർത്തു പറഞ്ഞു. അപ്പം ഈ വ്യക്തി എന്ത് ചെയ്ത് ഹിഫ്ള് പുനഃപരിശോധിച്ച്, താൻ ബൈഹാർട്ടായിട്ട് ഓതിയത് അത് പുനഃപരിശോധിച്ച്. അപ്പം നോക്കുമ്പോൾ എന്താ അവസാനം വല്ലാഹു അസീസുൻ ഹക്കീം എന്നാണ്. വല്ലാഹു അസീസുൻ ഹക്കീം. വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ ജസാഅൻ ബിമാ കസബ നകാലൻ മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹക്കീം. അതാണ് ആയത്തിൻ്റെ അവസാനത്തിലുള്ളത്. ആറാബി പറയാണ് അല്ലാഹു അസ് ഫഹകമ ഫഖത വലൗ ഗഫറ വറഹിം ലമാ ഖത. അള്ളാഹു അസീസാണ്, എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്ന, ആർക്കും അതിജയിക്കാൻ കഴിയാതെ ജയിച്ചു നിൽക്കുന്നവനാണ് അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൈവെട്ടാൻ പറഞ്ഞത്.
അങ്ങനെ വിധിച്ചത്. അള്ളാഹു ഗഫൂറും റഹീമുമായിരുന്നുവെങ്കിൽ അള്ളാഹു കൈവെട്ടുമായിരുന്നില്ല, അള്ളാഹു പുറത്തു കൊടുക്കുക ചെയ്യുക. അപ്പോൾ അള്ളാഹു കൈവെട്ടാൻ പറഞ്ഞു കട്ടവൻ്റെ, ആണായാലും പെണ്ണായാലും. അത് അവർ ചെയ്ത തെറ്റിനുള്ള കൂലിയും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഗഫൂർ റഹീം ഒരിക്കലും പറയില്ല. അള്ളാഹു പറയാ അസീസുൻ ഹക്കീം എന്നാണ്. ഇതാണ് ആറാബി തിരുത്തി കൊടുത്തത്. ആറാബി തിരുത്തിയത് ശരിയാണ്. ഇവിടെ നമ്മുടെ വിഷയം എന്താ? വിഷയം അള്ളാഹുവിന് അസീസ് ഹക്കീം എന്ന പേരുകൾ അതിന് അർത്ഥമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കലാണ്. അതുകൊണ്ടാണ് ആറാബി എന്ത് ചെയ്തത്? തിരുത്തിയത്. ഗഫൂറുൻ റഹീം എന്നുള്ളതിനും അർത്ഥമുണ്ട്. ആ അർത്ഥമുള്ളത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ അത് സ്യൂട്ടബിൾ അല്ല, യോജിച്ചതല്ല എന്ന് ആറാബി പറഞ്ഞിട്ട് തിരുത്തിയത്. അപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങൾ കേവലം നാമങ്ങളല്ല, അർത്ഥവത്തായ നാമങ്ങളാണ്, ആശയസമ്പുഷ്ടിയുള്ള നാമങ്ങളാണ്, അവ അനുഗ്രഹീതമായ നാമങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. മറ്റൊരു വിഷയം, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പണ്ഡിതന്മാർ പറയും അത് തൗഖീഫിയത്താണ്. തൗഖീഫിയത്ത് എന്ന് പറഞ്ഞാൽ തൊള്ളി തോന്നിയതൊക്കെ അള്ളാഹിൻ്റെ പേരായിട്ട് വിളിച്ചു പറയാൻ ഒരാൾക്ക് അവകാശമല്ല. പിന്നെയോ അള്ളാഹുവിൻ്റെ പേരുകൾ അത് വിശുദ്ധ ഖുർആനിൽ വന്നത്, തിരുസുന്നത്തിൽ വന്നത്, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമുള്ളത്, അത് മാത്രമാണ് അള്ളാഹുവിൻ്റെ പേരുകൾ. അബു ഇസ്ഹാഖിനിൽ ഖുശൈരി പറഞ്ഞതായി ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജറും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയത്, അൽ അസ്മാഉ തുഖദു തൗഖീഫിയം മിനൽ കിതാബി വസുന്നതി വൽ ഇജ്മാ. അള്ളാഹുവിൻ്റെ പേരുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന്, സുന്നത്തിൽ നിന്ന്, ഇജ്മായിൽ നിന്ന് മാത്രമാണ് എടുക്കപ്പെടുക. വേറെ എവിടുന്നും അള്ളാഹ്ക്ക് പേരുകൾ സ്വീകരിക്കപ്പെടൂല. ഫകുല്ലു ഇസ്മിൻ വറദ ഫീഹിമാ വജബ ഇത്ലാഖുഹു ഫീ വസ്ഫിഹി വമാ ലം യരിദ് ലാ യജൂസു വലൗ സഹഹ മഅനാഹു. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്നത് അത് നടപ്പിലാക്കണം, അത് സ്വീകരിക്കണം. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വരാത്തത് എടുക്കാൻ പറ്റൂല. വലൗ സഹഹ മഅനാഹു, ആ പേരുകളുടെ അർത്ഥം ശരിയാണെങ്കിലും ശരി, അർത്ഥം ശരിയാണ് എങ്കിലും അങ്ങനത്തെ പേരുകൾ അള്ളാഹ്ക്ക് നൽകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇമാം ഇബ്നു ഹസം അബ്ബാഹിരി അദ്ദേഹത്തിൻ്റെ അൽ ഫസ്ൽ ഫിൽ മിലൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ്, വലാ യജൂസു അൻ യുസമ്മല്ലാഹ്, അള്ളാഹ്ക്ക് പേര് വെക്കപ്പെടാൻ പാടുള്ളതല്ല, പേര് വെക്കൽ അനുവദനീയമല്ല. വലാ അൻ യുഖ്ബർ അൻഹു, അള്ളാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കാനും പാടുള്ളതല്ല. ഇല്ലാ ബിമാ സമ്മാ ബിഹി നഫ്സഹു, അള്ളാഹു തനിക്ക് പേര് വെച്ചത് കൊണ്ടല്ലാതെ. ഔ അഖ്ബറ ബിഹി അൻ നഫ്സിഹി ഫീ കിതാബിഹി, അള്ളാഹു തൻ്റെ കിതാബിൽ തന്നെ കുറിച്ച് പ്രസ്താവിച്ചത് കൊണ്ടല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കാൻ പാടുള്ളതല്ല. ഔ അലാ ലിസാനി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ അള്ളാഹു തനിക്ക് പേര് വെച്ചത് അല്ലെങ്കിൽ അള്ളാഹു തന്നെ കുറിച്ച് പ്രസ്താവിച്ചത്, അതുകൊണ്ടല്ലാതെ അള്ളാഹിനെ കുറിച്ച് പേര് പറയാനും പ്രസ്താവിക്കാനും പാടുള്ളതല്ല. ഔ സഹബിഹി ഇജ്മാഉ ജമീ അഹ്ലിൽ ഇസ്ലാം അൽ മുതയഖിൻ വലാ മസീദ്, ഉറപ്പായിട്ടും മുഴുവൻ മുസ്ലിമീങ്ങളുടെയും ഇജ്മാ ആയി സ്ഥിരപ്പെട്ട സാധുവായ അള്ളാഹുവിൻ്റെ പേര്, സാധുവായിട്ടുള്ള അല്ലെങ്കിൽ സഹിഹായിട്ടുള്ള അള്ളാഹുവിൻ്റെ പേരുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ അതേ പറ്റുള്ളൂ. വലാ മസീദ്, അതിനപ്പുറം ഒന്നും പറ്റൂല. ഹത്ത വഇൻ കാനൽ മാന സഹീഹൻ, അർത്ഥം ശരിയാണെങ്കിലും ശരി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇമാം ഇബ്നു ഹസം അബ്ബാഹിരി പറയാണ്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വസ്സമാഅ ബനൈനാഹ ബിഐദിൻ. വസ്സമ, ആകാശം. അള്ളാഹു പറയണ ബനൈനാഹ, ആ ആകാശത്തെ നാം പടച്ചിരിക്കുന്നു. ബിഐദിൻ, ബിഐദിൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ബിഖുവ, ശക്തിമത്തായി, ബലമായി. അള്ളാഹു വാനങ്ങളെ പടച്ചത് ബലമായിട്ടാണ്, വളരെ ശക്തിമത്തായിട്ടാണ്. അവിടെ ഐദി എന്ന് പറഞ്ഞാൽ കൈകൾ എന്നുള്ള അർത്ഥമല്ല കേട്ടോ. അവിടെ ഐദി എന്ന് പറഞ്ഞാൽ ആദ യഈദു എന്നതിൻ്റെ മസ്ദറാണ്, ക്രിയാധാതുവാണ്, ശക്തി, ബലം എന്നുള്ള ഇതിൽ. അപ്പോൾ വളരെ ബലവത്തായ രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ പടച്ചിട്ടുള്ളത്. ഇവിടെ ബനൈന എന്ന് പറയുന്നത് നാം പടച്ചു എന്ന് അള്ളാഹു പറഞ്ഞത്. ഇബ്നു ഹസം പറയണം, അപ്പം അള്ളാഹിനെ കുറിച്ച് ബന്നാ, നിർമ്മാതാവ് എന്ന് പേരിടാൻ പറ്റുമോ? പേരിടാൻ പറ്റൂല. എന്തുകൊണ്ട്? ബന്നാ എന്നൊരു പേര് ഖുർആനിലില്ല, അള്ളാഹ്ക്ക് സുന്നത്തിലുമില്ല.
ഇജ്മായിലുമില്ല. അപ്പം അർത്ഥം ശരിയാണെങ്കിലും അള്ളാഹു നിർമ്മിച്ചു എന്ന് അള്ളാഹിനെ കുറിച്ച് പ്രസ്താവിച്ചു. അള്ളാഹു അങ്ങനെ പ്രസ്താവിക്കാനല്ലാതെ നിർമ്മാതാവ് ബന്ന എന്ന ഒരു പേര് അള്ളാഹ്ക്ക് പറയുവാൻ നമുക്ക് പാടുള്ളതല്ല എന്നാണ് ഒരു ഉദാഹരണത്തിലൂടെ ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ ഉണർത്തുന്നത്. അള്ളാഹുവിന് കുറേ പേരുകളുണ്ട്. ചിലർ മനസ്സിലാക്കിയത് അള്ളാഹ്ക്ക് 99 പേരുകൾ മാത്രമാണ്. അള്ളാഹ്ക്ക് 99 പേരുകളുമുണ്ട്, അതിനപ്പുറവും പേരുകളുണ്ട്. 99 പേരുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ 99 പേരുകളുള്ളൂ എന്ന് മനസ്സിലാക്കാനല്ല. പ്രത്യുത കുറേ പേരുകൾ അള്ളാഹുവിൻ്റെ ആ ധാരാളക്കണക്കിന് പേരുകളിൽ നിന്ന് 99 ഒരാൾ മനഃപ്പാഠമാക്കുക, അതിൻ്റെ ആശയം ഗ്രഹിക്കുക, അവ കൊണ്ട് ദുആ ഇരക്കുക, എന്നാൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളത് മനസ്സിലാക്കാനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മ മിഅ ഇല്ല വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 പേരുകൾ, 100 കുറവ്. വല്ലവരും അവയെ ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇവിടെ ഒരിക്കലും അള്ളാഹ്ക്ക് 99 പേരുകൾ മാത്രമാണ് എന്നുള്ളത് ഈ ഹദീസ് അറിയിക്കണില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തുടങ്ങിയ പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ ഈ ഹദീസ് ഒരിക്കലും അള്ളാഹ്ക്ക് 99 പേരുകളെ ഉള്ളൂ എന്ന് അറിയിക്കണില്ല. പിന്നെയോ കുറേ പേരുകളിൽ 99 പേരുകളെ ഒരാൾ ഇഹ്സാ ചെയ്താൽ, എന്താ ഇഹ്സാ ചെയ്യൽ? ചിലർ പറഞ്ഞത് മനഃപ്പാഠമാക്കിയാൽ, ചിലർ പറഞ്ഞത് എണ്ണിയാൽ. പക്ഷെ അതിനപ്പുറമാണ് ഇഹ്സാ. മനഃപ്പാടാക്കൽ മാത്രമല്ല. പിന്നെയോ ഇഹ്സാ എന്ന് പറഞ്ഞാൽ നേരാൻ വണ്ണം ഈ പേരുകളെ മൊഴിയുക, ഉച്ചരിക്കുക, അതിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളത് മനസ്സിലാക്കുക, എന്നിട്ട് ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതാണ് അള്ളാഹു കൽപ്പിച്ചത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. അള്ളാഹ്ക്ക് മാത്രമാകുന്നു നല്ല പേരുകൾ, ഉത്തമമായ സംജ്ഞകൾ. അതുകൊണ്ട് ഫദ്ഉഹു, അള്ളാഹുവോട് നിങ്ങൾ ദുആ ഇരക്കുക, ബിഹ, ആ പേരുകൾ കൊണ്ട്, അള്ളാഹുവിൻ്റെ പേരുകൾ കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. യാ റഹ്മാൻ, യാ റഹീം, യാ വദൂദ് എന്ന് തുടങ്ങി അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ഇരക്കുക. ഇത് അള്ളാഹു കൽപ്പിച്ചതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരുകളെ നേരാവണ്ണം മൊഴിഞ്ഞ് അതിൻ്റെ ആശയം മനസ്സിലാക്കി ആ പേരുകൾ കൊണ്ട് ദുആ ചെയ്യുക. ഇതാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്സാഇൻ്റെ മർത്തബ പറഞ്ഞത്. വല്ലവരും ഇഹ്സാ ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. എങ്ങനെ ഇഹ്സാ? അതിങ്ങനെയാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. അപ്പോൾ അള്ളാഹുവിന് കുറേ പേരുകൾ, ആ പേരുകളിൽ 99 ആ 99 അള്ളാഹു ഇന്നത് എന്ന് പറഞ്ഞെന്നില്ല. ആ 99 ഇന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടില്ല. അതെന്തിനാ പറഞ്ഞു തരാതിരുന്നത്? അതുകൊണ്ട് പറഞ്ഞു തന്നു കഴിഞ്ഞെങ്കിൽ എളുപ്പേനി. അള്ളാഹ്ക്ക് ധാരാളം പേരുകളുണ്ട്. പല പണ്ഡിതന്മാരും, ഇപ്പം ഇബ്നു ഹജർ തന്നെ 128 പേരുകൾ അള്ളാഹുവിന് വിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിനും ഒക്കെ എണ്ണിയിട്ടുണ്ട്. ചിലരത് 1000 എത്തിച്ചിട്ടുണ്ട്. കുറേ പേരുകളുണ്ട്. ഇപ്പോൾ അൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം തയ്യാറാക്കി ICC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രീ വിതരണത്തിനുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ മാൽ അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ. അതിൽ നമ്മൾ അള്ളാഹുവിൻ്റെ പേരുകളെ ക്രോഡീകരിച്ച് ഖുർആനിൽ നിന്നും അൽ കുത്തുബു സിത്ത, സഹീഹുൽ ബുഖാരി, സഹീഹു മുസ്ലിം, സുനൻ അബീ ദാവൂദ്, സുനനു നസായി, സുനനു തുർമുദി, സുനൻ ഇബ്നു മാജ, ഈ 6 ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്ന പേരുകളാണ് അതിൽ നമ്മൾ ക്രോഡീകരിച്ചത്. അത് 113 പേരുകളാണ്. 113 പേരുകളാണ്. അപ്പോൾ ഖുർആനിലും കുത്തുബ് സിത്തയിലും 113 പേരുകൾ അള്ളാഹുവിനുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. മുഅ്ജമുണ്ട്, മാജിമുകൾ, അതേപോലെ തന്നെ മുസ്നദ് ഉണ്ട്, മുസന്നഫ് ഉണ്ട്, മുസ്തദ്രക്ക് ഉണ്ട്, മുസ്തഖ്റജ്, ഇങ്ങനെ ഹദീസ് ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. അതിനൊന്നുള്ള പേരുകൾ അതിലെടുത്തിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ നിന്നും അൽ കുത്തുബ് സിത്ത, സഹീഹൈനി, പിന്നെ സുനനുൽ അർബ, ഇവകളിൽ നിന്നുള്ള പേരുകൾ മാത്രമാണ് 113 നമ്മൾ ക്രോഡീകരിച്ചത്. അള്ളാഹുവിന് കുറേ പേരുകളുണ്ട് എന്നർത്ഥം. അതിൽ നിന്ന് 99 ഇഹ്സാ ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത്. ഏതാണ് ആ 99 പേരുകൾ?
ഇത് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞു തന്നിട്ടില്ല. എന്തിന്? നമ്മളെല്ലാ പേരും പഠിക്കാൻ, കഴിയുന്നത്ര പേരുകൾ പഠിക്കാൻ. 99 പേരുകൾ നമ്മൾ പഠിച്ചതിൽ വരികയും അങ്ങനെ അവയുടെ ആശയം ഗ്രഹിച്ചത് അവയിലുണ്ടാവുകയും അവയെ മുൻനിർത്തി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്താൽ നമുക്ക് സ്വർഗ്ഗമാണ്. ലൈലത്തുൽ ഖദർ എന്നാന്ന് പറഞ്ഞെന്നോ? നമുക്ക് ലൈലത്തുൽ ഖദർ എന്നാന്ന് പറഞ്ഞു തന്നിട്ടില്ല. എന്തിനാ ലൈലത്തുൽ ഖദർ എന്നാന്ന് പറഞ്ഞു തരാതിരുന്നത്? റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ 10 എല്ലാ രാവുകളും നമ്മൾ ഇബാദത്ത് കൊണ്ട് സജീവാക്കാനാണ്. ലൈലത്തുൽ ഖദർ പോകാതിരിക്കാൻ എല്ലാ രാത്രി എന്ത് ചെയ്യുക? ഇബാദത്ത് എടുക്കുക. ഇതേപോലെ നമ്മളെല്ലാ നാമങ്ങളും പഠിച്ച് അതിൻ്റെ പുണ്യം നേടുവാനാണ് 99 നാമങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു തരാതെ മൊത്തത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉള്ള ഈ പേരുകളെ നമ്മൾ പഠിക്കുക, ഗ്രഹിക്കുക, ആശയം ഉൾക്കൊള്ളുക, അവകൾ കൊണ്ട് അള്ളാഹുവിനോട് ദുആയിരക്കുക. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു, വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിൻ്റെ പേരുകളിൽ ഇൽഹാദ് നടത്തുന്നവരെ നിങ്ങൾ വർജിക്കണം. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഇൽഹാദ് നടത്തുന്നവരെ നമ്മൾ ഒഴിവാക്കണം. എന്താണ് അള്ളാഹുവിൻ്റെ പേരുകളിൽ ഇൽഹാദ്? അത് വക്ര സമീപനങ്ങളും അതേപോലെ തന്നെ കൃത്രിമം കാണിക്കലുമാണ്. അള്ളാഹിൻ്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ പേരുകളുടെ അർത്ഥം നിഷേധിക്കുക, അതിൻ്റെ തേട്ടങ്ങൾ നിഷേധിക്കുക. പിന്നെയോ അള്ളാഹുവിൻ്റെ നാമങ്ങളെ സൃഷ്ടികളുടെ വിശേഷണങ്ങളോട് സാദൃശ്യപ്പെടുന്ന വിശേഷണങ്ങളാണെന്ന് വിളിച്ചു പറയാം. ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസ് എന്ന് പറയുമ്പോൾ അസീസുമാർ വേറെയുണ്ട്. അള്ളാഹ്ക്ക് ഇസ്സത്ത് ഉണ്ട്, അതുകൊണ്ടാണ് അള്ളാഹു അസീസ്. അള്ളാഹുവിൻ്റെ നാമം അസീസ് എന്ന നാമം ഇസ്സത്ത് എന്ന വിശേഷണത്തെ അറിയിക്കുന്നു. സൃഷ്ടികളിൽ പലരും അസീസ് ഉണ്ട്. അള്ളാഹുവിൻ്റെ ഇസ്സത്ത് പോലെ അവർക്ക് ഇസ്സത്ത് ഉണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ അങ്ങനെ സാദൃശ്യപ്പെടുത്തിയാലോ അത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ടുള്ള കളിയാണ്, ഇൽഹാദാണ്. അത്തരം ആളുകളെ തന്നെ ഒഴിവാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. ഇതേപോലെ അള്ളാഹ്ക്കില്ലാത്ത പേരുകൾ അള്ളാഹ്ക്ക് പറയുക. പേരുകൾ ക്രൈസ്തവർ പറഞ്ഞില്ലേ, പിതാവ് എന്ന്, അബ്. അള്ളാഹിനെ കുറിച്ച് അബ്, പിതാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് ആരാ? ക്രൈസ്തവരുടെ ഭാഷയിൽ അത് അള്ളാഹുവാണ്. ഇത് അള്ളാഹുവിൻ്റെ പേരിലുള്ള ഇൽഹാദാണ്. ഇങ്ങനെയുള്ളവരെ ഒഴിവാക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒരിക്കലും നമ്മൾ വക്ര സമീപനം സ്വീകരിക്കരുത്. ചിലർ അള്ളാഹുവിൻ്റെ പേരുകൾ അതുകൊണ്ട് ചില കൃത്രിമത്വങ്ങൾ കാണിക്കാറുണ്ട്. ചില പ്രത്യേക രോഗങ്ങൾക്ക് പ്രത്യേക പേരുകൾ മന്ത്രിക്കുക, പേരുകൾ ഇടുക, ഇങ്ങനെയൊക്കെ ചില പരിപാടികളുണ്ട്. അതൊക്കെ അന്ധവിശ്വാസവും അനാചാരവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ അള്ളാഹുവിൻ്റെ പേരുകളിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണങ്ങൾ വരുമ്പോൾ അത്തരം ചില ഭാഗങ്ങളിലേക്ക് നമ്മൾ ഇവിടെ വെളിച്ചം വീശുകയും സംസാരിക്കുകയും ചെയ്യും. പിന്നെ അടുത്ത ആഴ്ചയിൽ നമ്മളുടെ സംസാര വിഷയം ഇസ്മുല്ലാഹിൽ ആദം. അള്ളാഹ്ക്കൊരു പേര്, അതിന് ഇസ്മുല്ലാഹിൽ ആദം, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമം എന്നാണ്. ഏതാണ് ഈ മഹത്തായ നാമം? എന്താണ് ആ നാമത്തിൻ്റെ പ്രത്യേകത? ആ നാമവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ട്. സൂഫിസവുമായി ബന്ധപ്പെട്ട്, ഷിയാക്കളുമായി ബന്ധപ്പെട്ടൊക്കെ ഇൻഷാ അല്ലാഹ് ഇസ്മുല്ലാഹിൽ ആദം എന്നത് അടുത്ത ആഴ്ച ഇവിടെ നമ്മൾ പഠിക്കാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും അവൻ നമ്മുടെ ഈ വേദിയിലേക്ക് നമ്മളിലേക്ക് ചൊരിയുമാറാവട്ടെ. ഒരു ഭാഗ്യദോഷിയെയും ഈ കൂട്ടത്തിൽ ശേഷിപ്പിക്കാതെ എല്ലാവരിലും അള്ളാഹു അവൻ്റെ കാരുണ്യം കടാക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വേദിയിൽ റബ്ബിൻ്റെ ജന്നത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരിടമേക്ക് നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ സങ്കടങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മെ നോക്കി അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ ഉമ്മവാപ്പന്മാർക്ക് അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അള്ളാഹുവിൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.